ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ റിലീസായി തമിഴ് ഡബ്ഡായി വന്ന ഒരു 5 മിസ്റ്ററി ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ ഏതാണ് ആ 5 മിസ്റ്ററി ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2019 തെലുങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വരപ്പോകും 24 മണിക്കൂർ. വരപ്പോകും 24 മണിക്കൂർ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു റേപ്പ് കേസിന് ശിക്ഷ അനുഭവിക്കുന്ന 3 ജയിൽ പുള്ളികൾ ജയിൽ ചാടുകയാണ്. അങ്ങനെ ജയിൽ ചാടി രക്ഷപ്പെടാനായി അവർ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഹീറോയിന്റെ വീട്ടിലേക്ക് കയറുന്ന ആ 3 ജയിൽ പുള്ളികൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവ് ഹസ്ബൻഡ് കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ മൂവ്മെന്റ്സ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ആരാണ് ഈ കൊല ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ഈ കൊല ചെയ്തത്, നമ്മുടെ ഹീറോയിൻ തന്നെയാണോ ഈ കൊല ചെയ്തത് എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന കുറെ സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീർച്ചയായും ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമേ നോക്കാം. அந்த கொலைகாரன் யாருன்னு தெரியணும்னா நேத்து நைட் கணேஷ் போனதுக்கு அப்புறம் அங்க என்ன நடந்ததுன்னு சொல்லு. 2020 തെലുങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് IIT കൃഷ്ണമൂർത്തി. IIT കൃഷ്ണമൂർത്തി എന്ന ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോ മുംബൈയിൽ IIT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെന്നൈയിലുള്ള നമ്മുടെ ഹീറോയുടെ അങ്കിളിനെ കാണാനില്ല എന്നൊരു വാർത്ത അറിയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ചെന്നൈയിലേക്ക് വരികയാണ്. തന്റെ അങ്കിളിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ശേഷം തുടർന്ന് അങ്കിളിനെ കണ്ടുപിടിക്കാനുള്ള കുറെ ശ്രമങ്ങളാണ്. അങ്ങനെ ആരാണ് ഇതിന്റെ പിന്നിൽ, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഗംഭീരമായ കുറെ സംഭവങ്ങളാണ് ഈ ഒരു IIT കൃഷ്ണമൂർത്തി എന്ന ഈ ചിത്രത്തിൽ പറയുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമെന്ന് നോക്കാം. 2020 തെലുങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗതം. ഗതം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഇതിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ ആക്സിഡന്റിൽ നമ്മുടെ ഹീറോയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് പിന്നിലേക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹീറോ മറന്നു പോവുകയാണ്. അങ്ങനെ തന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. അതിനിടയിൽ ഒരു പെൺകുട്ടി തന്റെ ലവർ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി തന്റെ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുക്കാനായി ഹീറോയെയും കൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഇവർ പെട്ടെന്ന് ഒരു സൈക്കോയുടെ കയ്യിൽ അകപ്പെടുകയാണ്. പിന്നെ നടക്കുന്ന ഗംഭീരമായ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഗതം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉറപ്പായി എന്റെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.2 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമെന്ന് നോക്കാം. 2020 തെലുങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് രാഹു. രാഹു എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. അപ്പൊ നമ്മുടെ ഇതിലെ ഹീറോയിന് ഒരു പ്രത്യേകതരം ഒരു അസുഖമുണ്ട്. അതായത് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് അവൾക്ക് കണ്ണ് കാണില്ല. കുട്ടിക്കാലത്തുണ്ടായ ചെറിയ ഇൻസിഡന്റിൽ തുടർന്നാണ് ഇങ്ങനെ ഒരു അസുഖം അവൾക്ക് ഉണ്ടാകുന്നത്. അതായത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ ഒരു ഗാങ്സ്റ്റേഴ്സിനെ പിടികൂടുന്നതിന്റെ ഇടയിൽ ഇതിന്റെ പ്രധാന വില്ലന്റെ അനുജനെ ഇദ്ദേഹം കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ആ പ്രധാന വില്ലൻ ജയിലിൽ പോവുകയും തിരിച്ച് വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികാരം ചെയ്യാനായി വരികയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് നടക്കുന്ന ഗംഭീരമായ സംഭവങ്ങളുമാണ് രാഹു എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ ചിത്രമെന്ന് 2019 തെലുങ്കിൽ ഒരു മിസ്റ്ററി കോമഡി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഏജന്റ് സായി ശ്രീനിവാസ അത്രേയ. ഏജന്റ് സായി ശ്രീനിവാസ അത്രേയ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ കൂടെ നമ്മുടെ ഹീറോയിനും കൂടി ജോയിൻ ചെയ്യുകയാണ്, ഒരു അസിസ്റ്റന്റായി ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ കേസുകളൊക്കെ അന്വേഷിച്ച് പോകുന്നതിനിടയിലാണ് ഒരു വലിയ കേസിൽ ഇവർ പോയി കുടുങ്ങുന്നത്. അതായത് പലയിടങ്ങളിലായി റെയിൽവേ ട്രാക്കുകളിൽ അജ്ഞാതമായ ശവശരീരങ്ങൾ കണ്ടെത്തുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ, പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെയുള്ള ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് കുറച്ച് കോമഡിയിലൊക്കെ ചാലിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ചിത്രമാണ് ഏജന്റ് സായി ശ്രീനിവാസ അത്രേയ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb. ఇవన్నీ అమ్మాయి ఆత్మహత్య చేసుకుందని నమ్మించడం కోసం ఫ్రేమ్ చేశారు. దిస్ ఇస్ నాట్ ఎ సూసైడ్, ఇట్స్ ఎ కోల్డ్ బ్లడెడ్ మర్డర్. അപ്പൊ ഇതൊക്കെയാണ് തെലുങ്കിൽ നിന്നും തമിഴിൽ റീഡപ്പായി വന്ന ഒരു 5 മിസ്റ്ററി ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, മൂവീസിനെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക. ഒരുപാട് ക്രൈം ത്രില്ലേഴ്സിന്റെയും മിസ്റ്ററി ത്രില്ലേഴ്സിന്റെയും ഒക്കെ
മറ്റ് ഒരുപാട് വീഡിയോസ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായും അതൊന്ന് കണ്ടു നോക്കുക. വളരെ ഗംഭീരമായ സിനിമകൾ തന്നെയാണ്. എല്ലാ സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.